വിക്ടോറിയ രാജ്ഞിയെ ഇന്ത്യൻ ചക്രവർത്തിനിയായി പ്രഖ്യാപിച്ച ഇടം. രാജ്യതലസ്ഥാനം കൊൽക്കത്തയിൽ നിന്ന് ഡൽഹിയിലേക്ക് മാറ്റിക്കൊണ്ട് കിങ് ജോർജ് അഞ്ചാമൻ്റെ പ്രഖ്യാപനമുണ്ടായ ഭൂമി. രാജ്യതലസ്ഥാനത്ത് ഈ സ്ഥലത്തെക്കുറിച്ച് പക്ഷേ ഡൽഹി സ്വദേശികൾക്ക് പോലും ഇപ്പോൾ കാര്യമായിട്ട് അറിയില്ല. പലയിടങ്ങളിലായി സ്ഥാപിച്ചിരുന്ന കൊളോണിയൽ പ്രതിമകളെ കൊണ്ടുവന്ന് തള്ളിയ ഡൽഹിയിലെ കൊറോണേഷൻ പാർക്കിനെ കുറിച്ചാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്. നമുക്ക് അതിലേക്കൊന്ന് പോകാം. കൊറോണേഷൻ പാർക്ക് അഥവാ പട്ടാഭിഷേക പാർക്ക് ഡൽഹിയുടെ വടക്ക് പടിഞ്ഞാറൻ മേഖലയിൽ 52 ഏക്കറിലായാണ് ഈ ബൃഹത് പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ബ്രിട്ടീഷ് ഭരണകാലത്ത് 3 തവണ രാജപ്രൗഢിയുടെ ഡൽഹി ദർബാർ ചേർന്ന ഇടം, അതിൻ്റെ അടയാളമായി കൂറ്റൻ സ്തൂപം ഉയർന്നു നിൽക്കുന്നു. 1877 ആദ്യ ഡൽഹി ദർബാർ വിക്ടോറിയ രാജ്ഞിയെ ഇന്ത്യയുടെ ചക്രവർത്തിനിയായി വാഴിക്കാനായിരുന്നു. 1903 എഡ്വേർഡ് ഏഴാമൻ്റെയും 1911 ഡിസംബർ 12 ജോർജ് അഞ്ചാമൻ്റെയും കിരീടധാരണം ആഘോഷിക്കാനായിരുന്നു 2ഉം 3ഉം ഡൽഹി ദർബാറുകൾ സംഘടിപ്പിച്ചത്. തലസ്ഥാനം കൽക്കട്ടയിൽ നിന്ന് ഡൽഹിയിലേക്ക് മാറ്റാനുള്ള കിങ് ജോർജ് അഞ്ചാമൻ്റെ പ്രഖ്യാപനവും 3ആം ദർബാറിലായിരുന്നു. സ്വാതന്ത്ര്യത്തിന് ശേഷം രാജ്യത്തെ ബ്രിട്ടീഷ് അവശേഷിപ്പുകൾ പൊതുജന ശ്രദ്ധയിൽ നിന്ന് മാറ്റണമെന്ന ആവശ്യം ശക്തിപ്പെട്ടു. ഇന്ത്യ ഗേറ്റിന് സമീപത്ത് നിന്ന് കിങ് ജോർജ് അഞ്ചാമൻ്റെ പ്രതിമയുടെ മൂക്കും ചെവിയും ഒരു സംഘം തകർത്തു. 60 അടി ഉയരമുള്ള കിങ് ജോർജ് അഞ്ചാമൻ്റെ പ്രതിമ 60കളുടെ മധ്യത്തിലാണ് ഇന്ത്യ ഗേറ്റിൽ നിന്നും ഈ പ്രതിമ കൊറോണേഷൻ പാർക്കിലേക്ക് മാറ്റിയത്. കിങ് ജോർജ് അഞ്ചാമന് പുറമെ രാജ്യമടക്കി വാണ വൈസ്രോയിമാരായ ലോർഡ് ഹാർഡിംഗ്, ലോർഡ് വില്ലിംഗ്ടൺ, ലോർഡ് ഇർവിൻ, ലോർഡ് ചെംസ്ഫോർഡ് എന്നിവരുടെ പ്രതിമകളും കൊറോണേഷൻ പാർക്കിലേക്ക് മാറ്റി. പാർക്ക് നവീകരിച്ചെങ്കിലും ചരിത്ര പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമമുണ്ടായില്ല. ഇവിടെ ഒരു മ്യൂസിയമോ അതിനെക്കുറിച്ചുള്ള ഹിസ്റ്ററി ഒന്നും എഴുതിയിട്ടില്ല. ആക്ച്വലി ഒരു ഹിസ്റ്ററിയുടെ ജരൂരത്താണ് ഇവിടെ, ഒരു ആവശ്യമാണ് ഇവിടെ. ഏറ്റവും വലിയതെന്ന് വെച്ചാൽ ഇവിടെ ഒത്തിരി പേര് വരുന്നുണ്ട്. ഇവിടെ അടുത്ത് കിടക്കുന്ന ജനങ്ങൾക്കും വർഷങ്ങൾ കൊണ്ട് കിടക്കുന്ന ആൾക്കാർക്കും ഇതിനെക്കുറിച്ച് ഒരു ഹിസ്റ്ററി അറിയില്ല. അതാണ് ഏറ്റവും വലിയ പ്രോബ്ലംസ് ഇവിടെ. ആക്ച്വലി ഇവിടെ ഒരു മ്യൂസിയത്തിൻ്റെ ഒരു ചെറിയ മ്യൂസിയമോ അതിനെക്കുറിച്ചുള്ള ഒരു എക്സ്പ്ലനേഷനോ അതൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും. ജനങ്ങളുടെ പ്രഭാത നടത്തത്തിനും സായാഹ്ന നേരം ചെലവഴിക്കുന്നതിനും മാത്രമായി ഈ ചരിത്രഭൂമി ചുരുക്കപ്പെട്ടിരിക്കുന്നു. സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിൻ്റെ തിരുശേഷിപ്പുകൾ ഇവിടെ കടുത്ത അവഗണന നേരിടുകയാണ്. എങ്കിലും ചരിത്ര മുഹൂർത്തങ്ങൾക്ക് മരണമില്ല. ക്യാമറമാൻ രാജ്സിംഗ് ഭാട്ടിക്കൊപ്പം MB പ്രദീപ് കുമാർ, 24 ഡൽഹി. ചരിത്രത്തിലേക്ക് മാറിയ പ്രതിമകളെക്കുറിച്ച് ജനങ്ങൾക്ക് അവബോധം ഉണ്ടാകുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ഇപ്പോൾ